everyone. So this is Vishridevi here. So നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ ഇതുവരെ കേട്ടോണ്ടിരുന്നത് അല്ലേ? അപ്പൊ അതിന്റെ എന്താണ് കുറച്ചും കൂടെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസിൽ അതിനകത്ത് 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താ പറയാ, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും അത്രയ്ക്ക് നമ്മൾ എഫിഷ്യന്റ് ആവും അല്ലേ? നമുക്കപ്പോൾ പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? പല ടൈപ്പ് നമ്മൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുക അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ട്രിഗ്നോമെട്രി ഈസി ആയി വരും. അങ്ങനെ നമുക്ക് ട്രിഗ്നോമെട്രി ഈസി ആയി എല്ലാവരും പറഞ്ഞ് നമ്മളിങ്ങനെ പേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ട്രിഗ്നോമെട്രി സൈൻ തീറ്റ കോസ് തീറ്റ ഇതൊക്കെ ഭയങ്കര പാടാണ്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചില ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന നിങ്ങൾ പുതിയതായിട്ടൊരു ടോപ്പിക്കിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ? ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ചിലപ്പോൾ ആദ്യമൊക്കെ കുറേ തെറ്റും, പക്ഷെ എന്താണ് അവിടെ ഹോപ്പ് കളയായിരുന്നു, പിന്നെയും ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനെങ്കിലും പറ്റും. ഓക്കെ ഓക്കെ നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു സെഷനോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ, from the top of an electric post 2 wires are stretched to either side and attached to the ground. അപ്പൊ എന്താ, ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ടോപ്പിൽ നിന്ന് എന്താണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇതിന്റെ ടോപ്പിൽ നിന്ന് എന്താണ് 2 വയർ എന്താണ് 2 വശത്തേക്കും കൂടെ സ്ട്രെച്ച് ഈതർ സൈഡ്. അപ്പൊ എന്താണ് 2 വശത്തേക്കും കൂടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇത് കുറച്ചും കൂടെ കുട്ടി. ഓക്കെ, അപ്പോ ഇത് കണ്ട ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മൾ എന്താണ് 2 വയർസ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ സ്ട്രെച്ച് ചെയ്തു. ഇനി ഇത് എന്താണ് എന്നിട്ട് എന്താണ് അറ്റാച്ച് ടു ദ ഗ്രൗണ്ട്. ഇത് രണ്ടും കൂടെ ഗ്രൗണ്ടിലോട്ട് അറ്റാച്ച് ചെയ്തു. മേക്കിംഗ് ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഒരു സൈഡിൽ 55 ഡിഗ്രിയും മറ്റേ സൈഡിൽ 45 ഡിഗ്രിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഗ്രൗണ്ടിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തപ്പോൾ the distance between the feet of the wire is 25 degree. അപ്പം ഫീറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം തൊട്ട് ഈ ഒരു സ്ഥലം വരെ എന്താണ് 25 meters. ഓക്കെ, എന്താണ് ഇതിപ്പോ എ ബി സി. ഓക്കെ, അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഞാൻ ഡി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ചോദിച്ചിട്ട് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. പോസ്റ്റിന്റെ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരും നമുക്കറിയോ? ഇല്ല. അപ്പം നമുക്ക് ആകെ അറിയാവുന്നത് ഇത് എ സി എന്താണ്, സോറി എ സി അല്ല ബി സി എന്താണ് 25 മീറ്റേഴ്സും എ സി എന്ന് പറയുന്നത് പിന്നെന്താണ് ആംഗിൾസ് 2 55 ഡിഗ്രി 45 ഡിഗ്രിയും അത്രയുള്ളൂ നമ്മുടെ കയ്യിൽ അല്ലെ? ഇത് വെച്ച് വേണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താണ് എ ഡി കണ്ടുപിടിക്കണം അല്ലെ? എ ഡി. അപ്പോ ഇതിപ്പോ കണ്ടില്ലേ, ഈ എ ഡി വന്നിരിക്കുന്ന എന്താണ്, ഇത് ഈ ഗ്രൗണ്ട് ലെവലിന് പെർപെൻഡിക്കുലർ ആയിട്ടാ അല്ലെ? അപ്പൊ എന്താ 2 ട്രയാങ്കിൾസ് ആയിട്ട് തിരിച്ചു ഇവിടെ. അപ്പൊ എന്താണ് നമുക്ക് എന്താ ഈ 2 ട്രയാങ്കിൾസ് സെപ്പറേറ്റ് എടുത്ത് നമുക്കിത് എന്താണ് എ ഡി കണ്ടുപിടിക്കാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വെച്ച്. അപ്പൊ നോക്കിയേ, ആദ്യം ഞാൻ ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യാം. ഓക്കെ, എ ഡി സി. അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ ബി ഡി എക്സ് ആയിട്ട് എടുത്തു എന്ന് വെക്കുക. അപ്പൊ ഈ സൈഡ് എന്ത് വരും, മൊത്തം 25 ആ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരും, ഇത് 25 മൈനസ് എക്സ് എന്ന് വരും അല്ലെ? ഇനി അപ്പം എ ബി സി ആദ്യം ഞാൻ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പം കൺസിഡർ triangle ABC. ആ ട്രയാങ്കിൾ ഞാൻ എടുത്തു വരയ്ക്കാം. A
ഡി സി. ഓക്കെ, നമുക്ക് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്, അതറിയില്ല, അതാണ് പോസ്റ്റ് അല്ലെ, എ ഡി ആണ് നമ്മുടെ പോസ്റ്റ്. ഇനി ഡി സി എന്ന 25 മൈനസ് എക്സും ഇവിടെ 45 ഡിഗ്രി അല്ലെ, 25 മൈനസ് എക്സും 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. അപ്പൊ നമുക്ക് എ ഡി കണ്ടുപിടിക്കാം. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എ ഡി എടുക്കണം. പിന്നെ നമുക്ക് അറിയാവുന്നൊരു ഇപ്പൊ തൽക്കാലം ഒരു രീതിയിൽ ഒരു വിധമെങ്കിലും അറിയാവുന്ന 25 മൈനസ് എക്സ് അല്ലെ ഡി സി, അതാണ്. അപ്പൊ എന്താ, അത് അഡ്ജസ്റ്റന്റ് സൈഡ് ആയിട്ട് വരും അല്ലെ. നമ്മൾ 45 ഡിഗ്രി ട്രിഗണോമെട്രിക് ആംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഈ 25 മൈനസ് എക്സ് വരുന്ന ഈ മെഷർമെന്റ് അതെന്താ, ഡി സി എന്ന അഡ്ജസ്റ്റന്റ് സൈഡും എ ഡി എന്ന ഓപ്പോസിറ്റ് സൈഡും. അഡ്ജസ്റ്റന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഡിഫൈൻ ചെയ്യുന്ന ട്രിഗണോമെട്രി അതിന്റെ റേഷ്യോ ഡിഫൈൻ ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ, ടാൻ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ ടാൻ 45 ഡിഗ്രി എന്ന് എടുക്കാം. അപ്പൊ ടാൻ 45 ഡിഗ്രി എന്താ, എ ഡി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ഏതാണ്, ഡി സി. ഓക്കെ, ടാൻ 45 ഡിഗ്രി എന്താണ്, 1 is equal to എ ഡി നമുക്കറിയില്ല, അതുപോലെ തന്നെ എ ഡി ബൈ ഡി സി എന്താ, 25 മൈനസ് എക്സ്. എന്താ, ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, 25 മൈനസ് എക്സിന് മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 25 മൈനസ് എക്സ് ഇൻറ്റു 1 എന്ന് വരും അല്ലെ. 25 മൈനസ് എക്സ് ഈക്വൽ ടു ഇൻറ്റു 1 എന്ന് വന്ന് ഈക്വൽ ടു എ ഡി, ഇത്രയും കിട്ടി. വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിപ്പോ ഈ ട്രയാങ്കിളിൽ നമുക്ക് ഇത്രയും ഡേറ്റ കിട്ടി. നമ്മൾ ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കുക. എന്താണ് അടുത്ത ട്രയാങ്കിൾ ഏതാ, എ ഡി ബി അല്ലെ. ഇതേപോലെ തന്നെ നമ്മള് ഇതും സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ എ ഡി ബി എടുക്കാൻ പോവാം. ട്രയാങ്കിൾ എ ഡി, ഇത് എയും ഇത് ഡിയും ഇത് ബിയും. ഇവിടെ 55 ഡിഗ്രി അല്ലേ ഉണ്ടാക്കുന്നത് ഈ സൈഡില്. പിന്നെന്താ, ഇത് എക്സും അല്ലേ, ബിയിൽ നമ്മൾ എക്സ് ആയിട്ട് എടുത്താം. ഇനിയിപ്പോ 55 ഡിഗ്രി ട്രിഗണോമെട്രിക് ആംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഈ ബി ഡി എന്താണ്, അഡ്ജസ്റ്റന്റ് സൈഡ് ആയിട്ട് വരും അല്ലെ, ആംഗിൾ തൊട്ടടുത്ത് കിടക്കും. എ ഡി എന്തായിട്ട് വരും, ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ അഡ്ജസ്റ്റന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡും വരുന്ന അത് ഡിഫൈൻ ചെയ്യുന്ന ഏത് ഫംഗ്ഷനും, ടാൻ ഫംഗ്ഷൻ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ടാൻ 55 ഡിഗ്രി is equal to opposite side ഏതാ, AD by BD. ഓക്കെ, എന്ത് വരും, ടാൻ 55 ഡിഗ്രി എന്ത് വരും, നമ്മൾ ട്രിഗണോമെട്രിക് ടേബിളിൽ നോക്കുക. എന്താണ് ടാൻ 55 ഡിഗ്രി, 1.428. ഓക്കെ, 1.428 1.43 എന്ന് പറഞ്ഞ് അപ്രോക്സിമേറ്റ് എടുക്കുക. അപ്പൊ 1.43. അപ്പൊ എന്തായാലും 1.43 is equal to AD by BD എന്താണ്, x. അപ്പൊ എന്താ, ഈ x ഇങ്ങോട്ട് പോയിട്ട് 1.43 into x is equal to AD എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇതും AD is equal to 1.43 x മതി. മറ്റേ ട്രയാങ്കിളിൽ എന്ത് തന്നെ നമുക്ക് കിട്ടിയത്, AD is equal to 25 മൈനസ് എക്സ്. അപ്പൊ എന്താണ്, എഡിക്ക് 2 ഇക്വേഷൻസ് കിട്ടി അല്ലെ. അപ്പൊ ആ 2 ഇക്വേഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 is equal to ഇക്വേഷൻ നമ്പർ 2 അല്ലെ, കാരണം എ ഡിയുടെ ഇക്വേഷൻസ് ആണ്. അപ്പൊ എന്താ, ഇക്വേഷൻ നമ്പർ 1 എന്താണ് കിട്ടിയത്, AD is equal to 25 മൈനസ് എക്സ് അല്ലെ. അപ്പൊ 25 മൈനസ് എക്സ് is equal to ഇക്വേഷൻ നമ്പർ 2 1.43 x എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ 1.43 x. ഇനി 25 മൈനസ് എക്സും ഇവിടെ 1.43. ഇപ്പൊ എക്സ് ടേംസിനെ എല്ലാം കൂടെ ഞാൻ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ മൈനസ് എക്സ് ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ 25 is equal to 1.43 x പ്ലസ് എക്സ് എന്ന് പറയും. കാരണം എന്തെങ്കിലും മൈനസ് എക്സ് ഇപ്പുറത്ത് അപ്പൊ അപ്പുറത്തോട്ട് പോയപ്പോ പ്ലസ് എക്സ് ഉണ്ടായി. ഇനി 25 is equal to 1.43. ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 1 ഉണ്ടല്ലോ അല്ലേ.
അപ്പൊ എന്താ 1.43 പ്ലസ് 1 അല്ലെ? ഇവിടെ ഒരു 1 കോഎഫിഷ്യന്റ് ഉള്ളതുകൊണ്ടാ 1.00 അല്ലെ? അതാണ് 1. അപ്പൊ ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 1 2.43 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ 2.43 എക്സ് എന്ന് വരും. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഈ 2.43 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ 25 ഡിവൈഡഡ് ബൈ 2.43 എന്ന് വരും. ഓക്കെ, ഇതെങ്ങനെയാ? ഞാൻ ഈ ഡെസിമൽ പോയിന്റ്സ് മാറ്റേ, ഇത് ഇവിടെ 2500 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എന്താണ് എനിക്ക് 2500 വരും. ഡിവൈഡഡ് ബൈ ഇതെന്താ 2.43 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 24300 എന്ന് വരും. രണ്ട് ഡെസിമൽ പ്ലേസസ് മാറ്റിയിടുമ്പോൾ എന്താ 243 എന്ന് വരും. ഇവിടെ 243 എന്ന് വന്നു. ഓക്കെ, ഇനി ഞാൻ 2500നെ 243 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, 2500നെ 243 കൊണ്ട്. ഈ 243ല് 2500 എത്ര പ്രാവശ്യം പോകും? അത് ഒരു പ്രാവശ്യം പോകുള്ളൂ അല്ലെ? 243 ഇത് എത്ര വരും? ഇത് 7 വരും. 0 ഇറക്കി എഴുതി. ഇപ്പൊ ഇവിടെ എന്താ ഇറക്കി എഴുതി? ഇത് പോകത്തില്ല. അപ്പൊ ഇവിടെ 0 എന്ന് വന്നു. പിന്നെ 70 പോയിന്റ് ഇട്ട് കൊടുത്ത് ഇവിടെ ഒരു 0 കൂടെ ആഡ് ചെയ്ത്. അപ്പൊ എത്ര 10 പോയിന്റ് എത്ര വരും? 243 ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 3 2s are 6, 4 2s are 8, 2 2s are 4. 486 വരും. ഇനി ഈ 486ന്റെ കൂടെ 243 ഒന്നുകൂടി ആഡ് ചെയ്താൽ അത് എന്താണ് 700നേക്കാൾ കൂടുതൽ പോകും. അപ്പൊ എന്താ 243 ഇൻറ്റു 3 വരത്തില്ല. അപ്പൊ 2 തന്നെ എഴുതാം കേട്ടോ. 243 ഇൻറ്റു 3 ചെയ്യുമ്പോ എന്താ 700നേക്കാൾ കൂടും. അതുകൊണ്ട് എടുക്കാത്ത. അപ്പൊ 2 തന്നെ എടുത്തു. അത് എത്രയാ? 486. 486 വരുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 1 വരും, ഇവിടെ 2 വരും. പിന്നെ ഞാൻ 0 ഇട്ട് കൊടുത്ത് 2140. അത് ഏകദേശം നമുക്ക് 243 ഇൻറ്റു 8 നോക്കാം. 8 3s are 24, 4 8s are 32, 33 34, 8 2s are 16, 17 18 19, 1944. ഇനിയിപ്പോ ഈ 1944 കൂടെ ഒരു 243 കൂടെ ആഡ് ചെയ്താൽ എന്താ ഇതിലേക്ക് കൂടും. അപ്പൊ എന്താ നമുക്ക് ഇവിടെ 8 കൊണ്ട് തന്നെ നോക്കാം. അപ്പൊ 1944. ഇവിടെ എന്താ വരും? 6, ഇവിടെ 3, ഇപ്പൊ 13 4 പോയ 6 7, ഇവിടെ 9 10 1 9, പിന്നെയും 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 1960. ഇവിടെ എന്താ 243 ഇൻറ്റു 8 എത്രയാ? 1944. അപ്പൊ ഇവിടെയും പിന്നെ 8. അപ്പൊ എന്താ 10.288 എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഇതൊന്നും ഡിവൈഡ് ചെയ്ത് നോക്കുക. ജസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 10.288 എത്ര കിട്ടി? 10.288 മീറ്റർ അല്ലേ? നമുക്ക് മീറ്ററിലാണോ തന്നിരിക്കണേ? 25 meters എന്നാ. അപ്പൊ എന്താണ് 10.288 മീറ്റർ. അപ്പൊ ഞാൻ ഇതൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുക. 10.288 എന്നല്ല. അപ്പൊ ഈ 10.288 ഇവിടെ കിടക്കണം എന്താ 8, 5നേക്കാൾ കൂടുതൽ. അപ്പൊ എന്താ ഈ 8 +1. അപ്പൊ എന്താണ് 10.29. ഓക്കെ, അപ്പൊ 10.29 meters. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എക്സ് കിട്ടിയെങ്കിൽ നമുക്ക് എന്താ ഈ എക്സ് ഇവിടെ കിട്ടി. അപ്പൊ എന്താ ഇനി എന്താ നമുക്ക് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തില്ലേ? 1.43 x is equal to AD എന്ന്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, AD എന്ന് പറയുന്നത് 1.43 ഇൻറ്റു എക്സ് ആ. എക്സ് നമുക്കിപ്പോ കിട്ടി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും AD കിട്ടും. അതല്ലേ AD എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റിന്റെ ഹൈറ്റ് അല്ലേ? പിന്നെ എന്താണ് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോ 25 minus x is equal to AD എന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ എന്താ ഈ ഏതെങ്കിലും ഇക്വേഷൻ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AD കണ്ടുപിടിക്കാം. ഞാൻ 25 minus x is equal to AD എടുക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 2 എന്താണ്? 25 minus x is equal to AD അല്ലേ?
നമുക്ക് എക്സ് എന്താണ് കിട്ടിയത്? 10.29 അല്ലേ? അപ്പം 25 മൈനസ് 10.29 is equal to AD. അപ്പൊ എന്താ 25-ൽ നിന്ന് ഞാൻ 10.29 പറയുക. 1.9 അപ്പൊ 10-ൽ നിന്ന് 9.1 9.2 7 14.71 മീറ്റർ ആണ് നമ്മുടെ AD. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ്? 14.71 മീറ്റർ. നിങ്ങൾക്ക് സ്കൂളിൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ അലൗഡ് ആണ്, എക്സാംസിന് അലൗഡ് ആണെങ്കിൽ, സിമ്പിൾ കാൽക്കുലേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം നിങ്ങൾക്ക് എന്താണ് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഈ ആൻസേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുത്ത് വരാൻ. ഓക്കെ, നമ്മുടെ ആൻസർ 14.71 മീറ്റേഴ്സ്. അപ്രോക്സിമേറ്റ് ആണ്, നമ്മളടക്കം എന്താണ് റൗണ്ട് ഓഫ് ഒക്കെ ചെയ്തല്ലോ, അപ്പം ഇത് റൗണ്ട് ചെയ്തൊരു ആൻസർ ആണ് 14.7. അപ്പൊ ഡെസിമൽ പ്ലേസസിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ ഈ ഇതിനോട് 14 എന്തായാലും വരണം പോയിന്റ്, അത് 71 അടുത്ത് തന്നാൽ മതി. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A boy 1.5 meters tall standing at the edge of a canal sees the top of a tree on the other edge at an angle of elevation of 80 degrees. Stepping 15 meters back, he saw it at an angle of elevation of 40 degrees. How wide is the canal and how tall is the tree? Question under Nefenda. So, a boy 1.5 meters tall. ഒരു കുട്ടി, ഒരു ആൺകുട്ടി, അവന്റെ ഹൈറ്റ് എത്രയാ? 1.5 meters. ഓക്കെ, അവന്റെ ഹൈറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി standing at the edge of a canal and sees the top of a tree on the other edge at the angle of elevation of 80 degrees. അപ്പൊ ഒരു കനാൽ ഉണ്ട്. അപ്പൊ കനാൽ ഞാൻ വരയ്ക്കാം. ഇതൊരു കനാലാന്ന് വെക്കുക. ഈ കനാലിന്റെ ഒരറ്റത്ത് ഈ കുട്ടി നിൽക്കുക. ഇവിടെ ഈ ഒരു കുട്ടി നിൽക്കണ്, ആ കുട്ടി നിൽക്കണ്. അവന്റെ ഹൈറ്റ് എത്രയാണ്? 1.5 meters അല്ലെ? ഇനി ഈ അറ്റത്തുള്ള ഒരു ട്രീ, ഈ അറ്റത്തൊരു ട്രീ ഉണ്ട്. ഇതൊരു കനാലാണ്, ഇങ്ങനെ പോണ കനാല, ഇങ്ങനെ പോണ കനാല്. അപ്പൊ ഇതിന്റെ വിട്ടാണ് ഈ കാണുന്നത്. അപ്പം ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നു, അപ്പുറത്തെ ട്രീ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കണേ? Sees the top of a tree on the other edge at an angle of elevation of 80 degree. Angle of elevation of 80 degree. അതെങ്ങനെ വരും? ഇപ്പം സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ. പിന്നെന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പ് ഓഫ് ദ ട്രീ ആ നോക്കണം. അപ്പൊ ഇത് ഇങ്ങനെ വരും ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ അതെത്ര ഉണ്ടാക്കുന്നത്? 80 ഡിഗ്രി. റേസ്ഡ് വ്യൂ, വ്യൂവും സ്ട്രെയിറ്റ് വ്യൂ ഉണ്ടാക്കുന്നത് എത്ര? 80 ഡിഗ്രി. ഇനി സ്റ്റെപ്പിംഗ് 15 meters ബാക്ക്, ഇവിടെ നിന്ന് എന്താണ്? ഈ അറ്റത്തുനിന്ന് പിന്നെ ഒരു 15 meters പുറകോട്ട് പോയി. എത്രയാണ്? 15 meters. ഇവിടെയാണ് കുട്ടി നിന്നത്. ഇവിടുന്ന് 15 meters ബാക്കിലോട്ട് പോയി. അപ്പൊ ഇവിടെ നിൽക്കും. ഓക്കെ, ഇവിടെ നിൽക്കും. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ കുട്ടി എങ്ങനെ കാണുന്നത്? ഇതും 1.5 meter ഈ കുട്ടിയുടെ ഹൈറ്റ് ഒന്നും മാറാൻ കൂടിയല്ലോ. എന്നിട്ട് നോക്കിയേ, ഇവിടുന്ന് നോക്കും, ഇതേ ടോപ്പിലോട്ട് തന്നെ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് വ്യൂ അങ്ങനെ ഇവിടെ നേരെ ഇങ്ങനെ തന്നെ പോകും അല്ലെ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് എത്രയാണ്? 40 degree. Angle of elevation of 40 degree. Okay? How wide is the canal and how tall is the tree? ഈ കനാലിൽ, ഈ പോണ കനാല് ഇത് എത്ര ഉണ്ടെന്നായി ഇതിന്റെ വിട്ടാണ് ചോദിച്ചത്. ഹൗ വൈഡ് ഇസ് ദ കനാൽ ആൻഡ് ഹൗ ടോൾ ഇസ് ദ ട്രീ. ട്രീയുടെ ഹൈറ്റും വേണം അല്ലെ? ഇതും വേണം, ഇതും വേണം. ഇത് ഞാൻ മാത്തമെറ്റിക്കൽ ഫിഗർ ആയിട്ട് വരയ്ക്കാം. ആദ്യം ഞാൻ എന്താണ് ഗ്രൗണ്ട് ലെവൽ വരയ്ക്കുക, അല്ലെങ്കിൽ കനാല് വരയ്ക്കുന്നു. ഇത് ട്രീ, ഇവിടെ ട്രീ നിൽക്കുന്നു. ഇത് ട്രീയുടെ ടോപ്പ്,
ഇവിടെയാണ് കുട്ടി നിൽക്കുന്നു, ഇത് കുട്ടി. ഇവിടെ എന്ത് വരും? ഇത് 1.5 മീറ്റർ അല്ലെ? ഇതിന്റെ ഹൈറ്റ് അറിയില്ല, ട്രീയുടെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം സ്ട്രെയിറ്റ് വ്യൂ എന്ത് വരും ആ കുട്ടിയുടെ? ഇവിടുന്ന് ഇങ്ങനെ അല്ലെ? ആ കുട്ടി നോക്കുമ്പോ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് വ്യൂ. ഇവിടുന്ന് നോക്കുമ്പോ എന്താണ്? ആദ്യം ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു? അവിടെ നിന്ന് നോക്കുമ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 80 ഡിഗ്രിയാണ് ആദ്യം അല്ലെ? ഇത് കണ്ട 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി. ഇനി ഈ കുട്ടി എന്ത് ചെയ്യും? ഒന്നുകൂടി ബാക്കിലോട്ടാണ് പോകും അല്ലെ? എന്താണ്? ബാക്കിലോട്ട് ഒന്നുകൂടി ഇങ്ങനെ പോയിട്ട് എന്താണ്? ഇവിടെ പോയി നിൽക്കും. ഇത് കുട്ടി തന്നെയാണ്. ഇവിടെ എന്താണ്? ഇതും 1.5 മീറ്റർ തന്നെയാണ്. ഇവിടുന്ന് പിന്നെ ഒന്നുകൂടി ട്രീയിലോട്ട് നോക്കും അല്ലെ? അപ്പൊ എന്താണ്? ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കും. അപ്പൊ എന്താ? സ്ട്രെയിറ്റ് വ്യൂ ഇവിടെയാണ്. ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാക്കുന്ന? ഇവിടെ 40 ഡിഗ്രി അല്ലെ? രണ്ടാമത് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 40 ഡിഗ്രി. ഇനി വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ 15 മീറ്റേഴ്സ് ആണ് പുറകോട്ട് നീങ്ങിയതെന്ന് പറഞ്ഞു. ഇത്രയാണ് 15 മീറ്റേഴ്സ്. ഓക്കെ, ഞാൻ ഈ ഓരോ പോയിന്റ്സ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്, ഇത് ജി. ഓക്കെ, ഇത് ജി. ഇനി നോക്കിക്കേ, എനിക്കെന്താണ്? ഈ ട്രീയുടെ ഹൈറ്റും വേണം, ഈ വിഡ്ത്തും വേണം അല്ലെ? ഈ ബി ജിയും സി ഡിയും ഒരുപോലെ തന്നെ. എന്ന് വെച്ചാൽ സി ഡി ആണ് ഈ കനാലെങ്കിലും ബി ജി ആയിട്ട് ഈക്വൽ. അപ്പൊ എനിക്ക് ബി ജി കിട്ടിയാൽ എനിക്ക് സി ഡി കിട്ടും. കാരണം എന്താ? ഇത് തന്നെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ അല്ലെ? ഇതിൽ 80 ഡിഗ്രി. അപ്പൊ ഞാൻ എന്താ? ഈ ബി ജി ആണ് എനിക്ക് വേണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്താ? സി ഡി കിട്ടും. എന്ന് വെച്ചാൽ കനാലിന്റെ വിഡ്ത്ത് കിട്ടും അല്ലെ? അപ്പൊ ഞാൻ ബി ജി കിട്ടണം എനിക്ക് ആദ്യം. ബി ജി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഇത് ട്രിഗ്നോമെട്രിക് ആംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ 80 ഡിഗ്രി ട്രിഗ്നോമെട്രിക് ആംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ബി ജി എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? ഇതോ എ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ എന്താ? ടാൻ തന്നെ എടുക്കാം, ടാൻ ഫംഗ്ഷൻ. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി ജി, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എ ബി ബൈ ബി ജി. അപ്പം ടാൻ 80 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി ജി. ഓക്കെ, എ ബി അറിയാവോ? ഇല്ല. എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ബി ജിയും അറിയോ? ഇല്ല അല്ലേ? ബി ജിയും നമുക്ക് അറിയില്ല. ഇവിടെ 15 മീറ്റർ ഒന്നും മാത്രമല്ല, മൊത്തം ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ നേരത്തെ പോലെ എന്താ 25 - x അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ? 50 - x ഒന്നും ഇവിടുത്തെ തന്നിരിക്കണം. അപ്പൊ നമുക്ക് ബി ജി അതുപോലെ തന്നെ ഇടാം. പിന്നെ ടാൻ 80 ഡിഗ്രിയുടെ വാല്യൂ എന്താണ്? 5.6. അത് നിങ്ങൾ ട്രിഗ്നോമെട്രിക് ടേബിളിൽ നോക്കിയാൽ മതി. ഓക്കെ, 5.67. ഇത് ബി ജി. അപ്പൊ എന്താ? 5.67 into BG is equal to AB എന്ന് കിട്ടി. ഇതവിടെ നിൽക്കട്ടെ. നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ആ ട്രയാങ്കിളിലോട്ട് തന്നെ ആ ഫിഗറിലോട്ട് പോകാം. ഈ ഫിഗറിൽ എന്താ? 40 ഡിഗ്രി ഉണ്ട് അല്ലെ? അപ്പൊ ഇതും വെച്ച് നമുക്ക് എന്താണ്? ഈ 40 ഡിഗ്രി വെച്ച് നമുക്ക് ഈ എഫ് തൊട്ട് ബി വരെയുള്ള ലെങ്ത് നോക്കാൻ പറ്റും. പിന്നെ എന്താണ്? എ ബി അല്ലെ? നമ്മുടെ ട്രീയുടെ ഒരു ഇതുവരെയുള്ള ഹൈറ്റ് കിട്ടും. അപ്പൊ എന്താ? എ ബി കിട്ടുമ്പോ നമുക്ക് നേരത്തെ ഇക്വേഷൻ നമ്പർ 1ലും എ ബി ഇസ് ഈക്വൽ ടു എന്നിട്ടേ ഇവിടെ ഞാൻ ടാൻ 40 എടുക്കുമ്പോ എനിക്ക് എ ബി ഈക്വൽ ടു എന്നിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്? ബി ജി കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ടാൻ 40 ഒന്നുകൂടി എടുക്കുക. അപ്പൊ ടാൻ 40 എടുക്കാൻ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത്? എ ബി എഫ് അല്ലെ? എ ബി എഫ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടാൻ 40 എടുക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി എഫ് എന്നിട്ട് അവിടെ നിന്ന് ടാൻ 40 ഡിഗ്രി എടുത്ത്. അപ്പൊ ടാൻ 40 ഡിഗ്രി എന്താവും? എ ബി ബൈ ബി എഫ് വരും അല്ലെ? എ ബി ബൈ ബി
എഫ് വരെ ഉണ്ട് അല്ലെ, 40 ഡിഗ്രി ഇവിടെ അല്ലെ. അപ്പൊ എ ബി ബൈ ബി എഫ്. അപ്പം ബി എഫ് എ ബി നമുക്ക് കണ്ടുപിടിക്കണം. ബി എഫ് എന്താ? ബി എഫ് നമുക്ക് ഒരു ഭാഗം വരെ അറിയാം. എഫ് ബി എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ജി പ്ലസ് ബി ജി ആ അല്ലെ. ബി എഫ് എന്ന് പറയുന്നത് എഫ് ജി പ്ലസ് ബി ജി അല്ലെ. നമുക്ക് എഫ് ജി അറിയാം 15 മീറ്റർ അല്ലെ. അപ്പൊ 15 പ്ലസ് ബി ജി എന്ന് വരും. അപ്പൊ ബി എഫ് എന്ന് പറയുന്നത് എന്താണ്? 15 പ്ലസ് ബി ജി. അപ്പൊ എ ബി ബൈ 15 പ്ലസ് ബി ജി ബി എഫിന്. ഇനി tan 40 യുടെ വാല്യൂ എന്താ? അത് നിങ്ങൾ ട്രിഗ്നോമെട്രിക് ടേബിളിൽ പോയി നോക്കുക. ഇവിടെ എന്താ? 0.8391. 0.8391 ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ tan 40 ഇത് എന്റെ ഡിഗ്രി ആണ്. അപ്പം 0.8391 റൗണ്ട് ഓഫ് ചെയ്ത് 0.84 എടുക്കുക. ഓക്കെ, എന്താണ് 0.84? കാരണം എന്താ? ഇവിടെ 9 5 കൂടുതലാണ്. അപ്പൊ എന്ത് 3 അവിടെ നിന്ന് ഞാൻ +1 ചെയ്ത് 0.84 എടുത്തു. അപ്പൊ tan 40 എന്ന് പറഞ്ഞാൽ 0.84. 0.84. ഓക്കെ, ഇനി എ ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഈ 15 പ്ലസ് ബി ജി ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താണ്? 0.84 ഇൻറ്റു 15 പ്ലസ് ബി ജി. ഓക്കെ, ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.84 ഇൻറ്റു 15. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? 84 ഇൻറ്റു 15 ചെയ്യാം. 5 4 20, 5 8 40, 42 വരും. 4 1 4, 8 1 0, 6 8 4, 1260. ഓക്കെ, 1260 വരും. രണ്ട് ഡെസിമൽ പ്ലേസസ് മാറ്റാം അല്ലെ. 0.84 അപ്പൊ 12.60 എന്ന് വരും അല്ലെ. അപ്പൊ എന്താണ്? 12.6 meters. ഓക്കെ, 12.6 meters. നമുക്ക് എ ബി എന്ത് കിട്ടി? 12.6 meters എന്ന് കിട്ടി. അപ്പൊ ഇത്ര എന്താണ്? 12.6 meter അല്ലെ. നമുക്ക് ഇത് അറിയാലോ, ബി സി അറിയാം. കാരണം എന്താ? ആ കുട്ടിയുടെ ഹൈറ്റ് അല്ലെ 1.5 meter. അത് തന്നെയാ. അപ്പൊ ഇവിടെ 1.5 meter. അപ്പൊ ടോട്ടൽ എന്ത് വരും? ടോട്ടൽ എ സി എന്ന് പറയുന്നത് എന്താ? എ ബി പ്ലസ് ബി സി അല്ലെ. അതാണ് നമ്മുടെ ട്രീയുടെ ഹൈറ്റ് അല്ലെ. എ സി എന്താണ്? ട്രീയുടെ ഹൈറ്റ്. അപ്പൊ എ സി is equal to എ ബി പ്ലസ് ബി സി. AC is equal to AB plus BC. അതെന്താണ്? ഹൈറ്റ് ഓഫ് ദി ട്രീ അല്ലെ. ഹൈറ്റ് ഓഫ് ദി ട്രീ AC is equal to AB എത്രയാണ് നമുക്ക് കിട്ടിയ? 12.6. BC എത്രയാണ്? 1.5 അല്ലെ. അപ്പൊ 12.6 plus 1.5 equal to add ചെയ്ത് 12.6 plus 1.5. 6 5 11 2 1 3 1 4 1 14.1 meter. ഓക്കെ, അപ്പൊ ട്രീയുടെ ഹൈറ്റ് എന്താണ്? 14.1 meter. അപ്പൊ ഒരു പാർട്ട് കിട്ടി ഈ ക്വസ്റ്റ്യന്റെ. ഇനി എന്താ? അടുത്ത പാർട്ടിലേക്ക് പോവാം. നമുക്ക് ട്രീയുടെ ഹൈറ്റ് കിട്ടി. കനാലിന്റെ വിത്ത് കണ്ടുപിടിക്കണം അല്ലെ. കനാലിന്റെ വിത്ത് എന്താണ്? ഈ ഡി സി അല്ലെ. ഇതാണ്, ഇവിടെയാണ് കുട്ടി നിൽക്കുന്നത്, ഇവിടെയാണ് ട്രീ നിൽക്കുന്നത്. അപ്പൊ എന്താണ്? ഇതാണ് കനാലിന്റെ വിത്ത് അല്ലെ. ഡി സി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്താ? ബി ജി. അപ്പം ബി ജിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. എന്താണ്? നമുക്കറിയാം രണ്ട് ഇക്വേഷൻ ഉണ്ട്. എ ബി നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ. എ ബി എന്താണ്? നമുക്ക് 14.1 സോറി എ സി ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 14.1 എന്ന്. അപ്പൊ ബി ജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബി ജി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ ഇക്വേഷൻ ഉള്ളത് എ ബി ഇസ് ഈക്വൽ ടു ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഉള്ളത്? രണ്ട് ഇക്വേഷൻസ്. എ ബി ഇസ് ഈക്വൽ ടു 5.67 ഇൻറ്റു ബി ജി. ബി ജി നമുക്ക് അറിയാം അല്ലെ. ബി ജി എന്താണ്? ബി ജി നമുക്ക് കണ്ടുപിടിക്കണം. സോറി, ബി ജി നമുക്ക് കണ്ടുപിടിക്കണം. എ ബി നമുക്കറിയാം. എ ബി എന്താണ്? 12.6 meters അല്ലെ. 12.6 meters. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ബി ജി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ
അടുത്തൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെന്തായിരുന്നു? നമുക്ക് 12.60 കിട്ടി. ഇനി പ്ലസ് 0.84 ഇൻറ്റു BG എന്ന് വരും അല്ലെ? ഇതുവരെ കിടക്കട്ടെ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കും. ഓക്കെ, AB = 12.60 പ്ലസ് 0.84 BG വരും. അപ്പൊ നമുക്കിവിടെ എന്താണ് ഒരു ഇക്വേഷനും കൂടെ കിട്ടിയിട്ടുണ്ട് AB യുടെ അല്ലെ? എന്താണ്? 5.67 ഇൻറ്റു BG = AB എന്നും പിന്നെ എന്താണ് 12.60 പ്ലസ് 0.84 BG എന്നും. ഇത് തമ്മിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2. ഓക്കെ, അതെന്താണ്? ഇക്വേഷൻ 1 എന്താണ്? 5.67 ഇൻറ്റു BG. ഓക്കെ, 5.67 ഇൻറ്റു BG is equal to ഇക്വേഷൻ 2 എന്ത് വരും? 12.60 plus 0.84 BG. Okay, 12.60 plus 0.84 BG. എന്ത് വരും? 12.60. 12.60 പകരം ഞാൻ 12.6 എന്ന് എടുക്കും കേട്ടോ. 12.6 എന്ന് എടുക്കാം പ്ലസ് 0.84 BG. ഓക്കെ, ഇത് നോക്കിക്കേ. ഈ 5.67 ഇൻറ്റു BG 0.84 ഇൻറ്റു BG ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താണ്? 5.67 BG പ്ലസ് ഒന്ന് ഇവിടെ മൈനസ് ആവും. അപ്പൊ 0.84 BG is equal to 12.6 എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഇത് ഞാൻ മൈനസ് ചെയ്യാം. 5.67 മൈനസ് 0.84. അപ്പൊ 7 ന് 4 പോയാൽ 3, ഇവിടെ 4, 16 ന് 8 പോയി, ഇവിടെ 8 തന്നെ, ഇവിടെ 4. അപ്പൊ 4.83 BG, ഇവിടെ G ഉണ്ട്, BG is equal to 12.6. അപ്പൊ എത്രയാണ്? BG is equal to 12.6 by 4.83. അപ്പൊ BG എന്ത് കിട്ടി? 12.6 by 4.83. ഇതിന് ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് കിടക്കില്ല, അതുകൊണ്ട് ഞാൻ ഡെസിമൽ വേണ്ടി ഇൻറ്റു 100 ചെയ്ത്. എത്രയാ? 1260 ഡിവൈഡഡ് ബൈ 483 എന്ന് വരും. ഇനി ഇത് ഞാൻ ഡിവൈഡ് ചെയ്യുക. എത്രയാ? 1260 ഡിവൈഡഡ് ബൈ 483 എന്ത് വരും? 1260 ഡിവൈഡഡ് ബൈ 483. അപ്പൊ 483 എന്തായാലും 2 ടൈംസ് ഒന്നും പോകത്തില്ല. ഏകദേശം ഞാനൊരു 483 ഇൻറ്റു നമുക്ക് 4 ഉണ്ടോ നോക്കാം. 4 3s are 12, 4 8s 32, 33, 4 4s are 16, 17, 18. ഇത് 1 ആയി വരും. അപ്പൊ 483 ഇൻറ്റു 3 നോക്കാം. 483 ഇൻറ്റു 3 എത്രയായിരിക്കും? 3 3s are 9, 8 3s are 24, 4 3s are 12, 13, 14. 3നും പോകത്തില്ല. അപ്പൊ എന്താ? 483 ഇൻറ്റു 2 ചെയ്യാം. 3 2s are 6, 8 2s are 16, 4 2s are 8, 12. 966. ഓക്കെ, 966 വരും. അതാണ് എടുക്കുന്നത്. അപ്പൊ എത്രയാണ്? 2. ഇവിടെ എന്ത് വരും? 966. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോ 10 ന് 6 by 4, ഇത് 15 ആകും, ഇവിടെ 1 ആവും. അപ്പൊ 15 ന് 6 പോയാൽ 9, ഇത് 0, ഇവിടെ 11 ആവും. 11 ന് 9 പോയാൽ 2, 294 വരും. ഇനി എന്താണ്? 294 ഇത് പോകത്തില്ല, 483. അപ്പം ഇവിടെ പോയിന്റ് ഇട്ടു, ഞാൻ ഇവിടെ 0 ഇട്ടു, 2940. ഓക്കെ, ഇനി 483 ഇൻറ്റു 3 എത്രയാണ് നമുക്ക് കിട്ടിയത്? 3 3s are 9, 8 3s are 24, 4 3s are 12, 13, 14. ഇനിയിപ്പോ ഞാനൊരു 483 ഇൻറ്റു 5 നോക്കാം നമുക്ക്. 483 ഇൻറ്റു 5, 5 3s are 15, 5 is are 40, 41, 5 4s are 20. അപ്പൊ 2415 വന്നു അല്ലേ? നോക്കാം, നമുക്ക് 6ൽ പോകും നോക്കാം. 6 3s are 80, 6 8s are 40, 49, 6 4s are 24, 24 plus 4
2898 അല്ലേ? അപ്പം 483 into 6 ചെയ്തപ്പോൾ നമുക്ക് 2898 കിട്ടി. അപ്പൊ എന്താണ് നമുക്ക് 6 എടുക്കാം. 2.6. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എത്രയും നമുക്ക് കിട്ടി? 483 into 6 6 6 8 48 49 6 24 28 2898. ഓക്കെ, അപ്പൊ എത്രയാണ്? ഇവിടെയും 6 എഴുതിയായിരുന്നു. ഓക്കെ, ബാലൻസ് എന്ത് വരും? ബാലൻസ് ഇവിടെ 2 വരും, ഇത് 3 ആകും. 13 9.4 ഇവിടെ 8, അപ്പൊ 42 വരും. 42ന്റെ അവിടെ ഞാൻ ഒരു 0യും കൂടെ കൊടുക്കുക. ഇവിടെ 0 കൊടുത്തിട്ട് ഇതെന്താ 420 പോകുമോ? 483 ഇല്ല, ഒരു പ്രാവശ്യം പോലും പോകത്തില്ല. അപ്പൊ എന്താണ് 2.60 ഇവിടെ ഒരു 0 കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താ നമുക്ക് 2.60 എന്തായാലും എന്താ അപ്രോക്സിമേറ്റ് ആയിട്ട് 2.6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാനത് 2.6 എന്ന് എടുത്ത്. അപ്പൊ എത്രയാ? എനിക്ക് ബി ജി എന്ന് പറയുന്നത് 2.6 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ആണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്, പക്ഷെ എന്താണ് ചെയ്യാൻ എളുപ്പം. ഒരു എന്താ പസില് പോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം അല്ലെ? അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഈ ലെങ്ത് കണ്ടുപിടിച്ച് എന്നിട്ട് അപ്പുറത്തെ ലെങ്ത് കണ്ടുപിടിച്ച് അല്ലെ? പസില് പോലെ. അപ്പൊ ബി ജി ഇസ് ഈക്വൽ ടു 2.6 മീറ്റേഴ്സ്. അപ്പൊ എന്തേ നമ്മൾ ഫിഗർ എടുക്കാം. ഇത് എത്രയാണ്? 2.6 meters. അപ്പൊ എന്താ width of the canal എത്രയാ? 2.6 meters. Width of the canal 2.6. meters. Okay. ഇനി നമുക്ക് എന്താ വേണ്ടേ? എ ബി വേണം. ബി ജി കിട്ടി അല്ലെ? ബി ജി കിട്ടി, നമുക്കിനി എ ബി വേണം. നമുക്ക് എ ബിയുടെ കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ അല്ലെ? നമുക്ക് tan 18 tan 40 ചെയ്തപ്പം എ ബി is equal to 12.60 plus 0.84 into ബി ജി എന്നുമുണ്ട്. പിന്നെ അടുത്ത ഇക്വേഷൻ ഏത്? എ ബിയുടെ 5.67 into ബി ജി is equal to എ ബി എന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇക്വേഷൻ 1 എടുക്കുക. എന്താണ് 5.67 into ബി ജി. അപ്പം എ ബി is equal to 5.67 into ബി ജി അല്ലെ? അപ്പൊ എ ബി കിട്ടും. എ ബി എന്താണ്? നമ്മുടെ ട്രീയുടെ ഹൈറ്റ് അല്ലെ? അപ്പൊ ഈക്വൽ ടു 5.67 into ബി ജി എന്താ നമുക്കിപ്പോ കിട്ടിയ 2.6 meters അല്ലെ? 2.6 meters. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2.6 അപ്പൊ എന്താണ് 5.67 into 2.6. അപ്പൊ എത്ര വരും? 567. ഞാനിവിടെ 567നെ ഞാൻ 5.7 എന്ന് റൗണ്ട് ഓഫ് ചെയ്തെടുക്കുക. നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ നോർമൽ മെത്തേഡ് ചെയ്യുമ്പോൾ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം ഇവിടെ 7 5നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഞാൻ എന്താ 6ന് 1 ഒന്ന് ആഡ് ചെയ്തിട്ട് 5.7 ആക്കി. അപ്പൊ 57 into 26 ചെയ്യാം. 57 into 26. 6 7 6 are 42. 6 5 are 30, 34. 7 2s are 40. 5 2s are 10, 11. അപ്പൊ എന്താ 2 8 3 1 4 1. അപ്പം 14.82 വരും. കാരണം എന്താണ്? 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലെ? 1 2. അപ്പം 14.82 meters. ചിലപ്പം 40 നിങ്ങൾക്ക് കിട്ടണം. പിന്നെ ഡെസിമൽ പ്ലേസസ് കുറച്ച് വേരിയേഷൻസ് വരാം. നമ്മളിങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കണമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടി, നിങ്ങളും കൂടെ ചെയ്ത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇതുകൊണ്ട് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എന്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. ഇനിയും എന്തെങ്കിലും പ്രോബ്ലംസോ ഇനി എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. എല്ലാവർക്കും ബൈ.